ഇനി ഒബ്സർവർ വരുന്നു, 24 ഒബ്സർവർ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിൽ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. ആരോപണത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി അന്വേഷിക്കണം. ഇക്കാര്യമാണ് ഇന്ന് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ വലിയൊരു ബോംബാണ് രാഹുൽ ഗാന്ധി ഇട്ടത്. അണുബോംബാണെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നു എന്നുള്ള കടുത്ത ആരോപണം വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇരുട്ട് മായണം. എസ്കേൻ, ഗുഡ് മോർണിംഗ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം തന്നെയാണ്. അതാണ് ഇന്ത്യയുടെ ശക്തിയും കരുത്തും എന്ന കാര്യം ഇന്ത്യ അത് പലപ്പോഴും ആവർത്തിക്കുകയും ഇന്ത്യ മാത്രമല്ല അത് രാജ്യത്തുള്ള ഓരോ പൗരന്മാരും ആ നിലയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ട്. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനിടയിൽ ചില കാരണങ്ങളാൽ ഒരുപക്ഷെ സർക്കാരുകൾ വീഴുമ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് വന്നേക്കാം. പക്ഷേ സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജനങ്ങൾ തന്നെ അവരുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അവർ ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കുന്നു. അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി അതിൻ്റെ നേതാവിനെ നിശ്ചയിച്ച് മുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായോ ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ നിലയിൽ ഇന്ത്യൻ ജനാധിപത്യം ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണ്. ഇത്രയേറെ ആഴത്തിൽ, ഇത്രയേറെ താഴെത്തട്ടിൽ വരെ ജനാധിപത്യം അതിൻ്റെ എല്ലാ ശക്തിയോടും സൗന്ദര്യത്തോടും കൂടി നിൽക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. അതിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7-ാം തീയതി ഉന്നയിച്ച ആരോപണമാണ്. പക്ഷേ ഈ ആരോപണത്തിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കാര്യമായ നടപടികളൊന്നും എടുത്തതായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് വീണ്ടും വിശദീകരണം തേടുകയാണ്. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകൂ എന്നാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ സത്യവാങ്മൂലം നൽകാൻ തയ്യാറല്ല എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന് കാരണം താൻ തെരഞ്ഞെടുക്കപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധിയാണ്. ഈ കാര്യത്തിൽ ഇനി അന്വേഷണം നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന കാര്യം മാത്രമല്ല, കഴിഞ്ഞ 6 മാസക്കാലമായി തൻ്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തിയാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന കാര്യവും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ ബൃഹത്തായ, വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിലുള്ളത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു കാരണവശാലും സംശയത്തിൻ്റെ മുനയിൽ നിർത്താനും പാടില്ല. ഇത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല്ലില്ല, നഖമില്ല, അങ്ങനെയൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ 1990-ൽ TN ശേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതോടുകൂടിയാണ് ഇതിൻ്റെ സ്വഭാവം തന്നെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വഭാവം തന്നെ മാറിയത്. നേതാക്കളെയൊക്കെ പിടിക്കാൻ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയൊക്കെ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും എന്ന് തെളിയിച്ചത് TN ശേഷനാണ്. മലയാളിയായ TN ശേഷൻ അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കെ ഒട്ടേറെ നടപടികൾ, ശക്തമായ നടപടികൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അഴിമതി തടയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ശക്തമായ നടപടികൾ അദ്ദേഹം എടുത്തിരുന്നു. 6 വർഷക്കാലം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തിരുന്നു. അതിനിടെ തന്നെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വിമർശനം അദ്ദേഹം പല ഘട്ടങ്ങളിലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യത്തിലേക്ക് എത്തുകയും അതേതാണ്ടൊരു അന്തിമ ഘട്ടത്തിലേക്കൊക്കെ പോകുന്ന നിലയിലേക്ക് വരികയും ചെയ്തിരുന്നതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല്ലും നഖവും നൽകിയ TN ശേഷൻ്റെ മാതൃക തുടർന്നും അനുകരിക്കണമെന്നൊക്കെയുള്ള ആവശ്യം പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ട്. അന്ന് TN ശേഷന് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന് പുറമെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മാത്രമായി ഏകപക്ഷീയമായി അത്തരം അധികാരങ്ങൾ നൽകേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്കും നിലപാടിലേക്കുമൊക്കെ സർക്കാരുകൾ എത്തുന്നതിൻ്റെ പ്രതിഫലനം കൂടിയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ നിഴലിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമായ പല ആരോപണങ്ങളുണ്ട്. അതിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവ്പുര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ക്രമക്കേടുകൾ, 000 തുടങ്ങിയ മേൽവിലാസങ്ങളിൽ നിരവധി വോട്ടർമാർ, ഒരു ചെറിയ വീട്ടിൽ 80ഓളം വോട്ടർമാർ, ആ നിലയിലുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയോട് തേടിയിട്ടുള്ള ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം, അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ശകുൻ റാണി മൊഴി നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മാത്രമല്ല ഈ 2ാമത്തെ വോട്ട് രേഖപ്പെടുത്തിയ സ്ലിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്തിട്ടില്ല എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല.
രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം 2 തവണ ശകുൻ റാണി വോട്ട് ചെയ്തു എന്നല്ല. ശകുൻ റാണി 1 തവണ വോട്ട് ചെയ്തു, മറ്റൊരു വോട്ട് ശകുൻ റാണിയുടെ പേരിലുള്ളത് മറ്റാരോ ചെയ്തു. വോട്ടർ കാർഡിൽ ആ വ്യത്യസ്തമായ ഫോട്ടോകൾ ഒട്ടിച്ചൊക്കെയാണ് ഇത്തരം ക്രമക്കേടുകൾ നടത്തിയതെന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ പറയുന്നത്. ഈ വിഷയം ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ സജീവമായ ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായി നിർവാചൻ സദനിലേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ മാർച്ചുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ ചൂടുപിടിപ്പിച്ച് നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസ്യത എക്കാലവും നിലനിർത്തേണ്ടത് ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാം. SKN. താങ്ക് യു ബി ദിലീപ്കുമാർ. നിരീക്ഷകൻ ഇനി മറ്റൊരു വിഷയവുമായി നാളെ വരും ഇതേ പരിപാടിയിൽ. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.